Okay, next we will look at Dart operators. See, Dart actually provide lot of operators and we can group them. And basically we have arithmetic operators, that means used for mathematical operations. Then we have assignment operators, and it is used for assigning some values. And then we have relational or comparison operators, and we sometimes we need to compare values and returning true or false. ഇത്തരം കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, we actually use a relational or comparison operators ഉപയോഗിക്കുക. Then we have logical operators, and if you are working with some boolean values നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, logical operators ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിതിൽ ഇതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതല്ലാണ്ടെയും കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സംടൈംസ് യു വാണ്ട് ടു നോ സം വാല്യൂ ഈസ് എ ടൈപ്പ്, അതായത് ഒരു പെർട്ടിക്കുലർ ടൈപ്പുള്ളതാണോ, അതായത് എ എന്ന് പറയുന്നതിൽ ഞാനൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ചെക്ക് വെദർ എ ഈസ് ആക്ച്വലി ഹോൾഡിങ് എ സ്ട്രിങ്, ആൻഡ് ദർ ഈസ് സം ഓപ്പറേറ്റേഴ്സ് ഫോർ ദാറ്റ്. ദെൻ null-aware operators ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. ദെൻ യു ഹാവ് ഒബ്വിയസ്ലി വി ഹാവ് ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി നമുക്ക് ആക്ച്വലി ഇതിനകത്തുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വരുന്നത് നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് മീൻസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഐ ഹാവ് എ മെയിൻ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. Then you have integer division, modulus operator. These are the basic arithmetic operators. So നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ചെയ്യാം. Suppose I have some value like a equal to 10, then we have b equal to 3, and you can declare variable like this. And ഇവിടെ കണ്ടില്ലേ ഞാൻ എഴുതിയത് a equal to 10, b equal to 3 എന്ന് ഞാൻ എഴുതി, because both these things are of type, or you can have something like this int എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതേപോലെ കോമ ഇട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് അർത്ഥം, ഒന്നിലധികം കാര്യങ്ങൾ ഒരേ ലൈനിൽ ഡിക്ലെയർ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇക്വലൻറ്റ് ടു ദിസ് തിങ് ഇൻറ്റ് പി ഈക്വൽ ടു 3. ഈ എഴുതിയത് ഇക്വലൻ്റ് ആണ് നേരത്തെ ഞാൻ എഴുതിയത്. ഓക്കെ, സോ നമുക്ക് ഈ രീതിയിൽ എഴുതാം, ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം, ഒറ്റ സിംഗിൾ ലൈനിൽ ഡിക്ലറേഷൻ എഴുതാം. ആൻഡ് വി ഹാവ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എ പ്ലസ് ബി, ഒബ്വിയസ്ലി ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് യു ഹാവ് എ മൈനസ് ബി, എ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി a minus b, and this is for a star b. Then you have a by b. Then, and these are the basic things we already know. Then we have print a, this symbol. Okay, that symbol is actually on your backtick. അതായത് നമ്മൾ കീബോർഡിൽ എസ്കേപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ആ കീ ആണ്. ഐ തിങ്ക് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടിൽഡ, അങ്ങനെ എന്താണ് ആ കീയുടെ പേര്. സോ ആ കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാം. അതായത് എ, this operator is actually integer division ആണ്. അതായത് എന്താ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ നോക്കാം. ദെൻ പിന്നുള്ളത് എ മോഡ് ബി. ഓക്കെ, ദിസ് ഇസ് ഫോർ റിമൈൻഡർ, ആൻഡ് റിമൈൻഡർ ആണ്. ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത് ഇൻറ്റീജർ ആണ്. ആൻഡ് ഫോർ ഗോ ടു ആഡ് ദ കമൻറ്റ്, ഇൻറ്റീജർ ഡിവിഷൻ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നോർമൽ ഡിവിഷൻ, ബാക്കി നമുക്ക് അറിയുന്നതാണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ. ഓക്കെ, ആൻഡ് നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ആക്ച്വലി ദീസ് ആർ ദ വാല്യൂസ് എ പ്ലസ് ബി. ആക്ച്വലി നമുക്കുള്ളത് 10 + 3 ആണ് 13. ദെൻ 7, ദിസ് ഈസ് ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ഡിവിഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദിസ് ഈസ് എ ഇൻറ്റീജർ ഡിവിഷൻ. ദാറ്റ് മീൻസ് ഇതിൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, നമ്മളുടെ ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, റിട്ടേൺ ചെയ്ത് തരുന്നുള്ളൂ. ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ റിമൈൻഡർ ആണ്. അതായത് 10/3 എന്ന് പറഞ്ഞാൽ 3 × 3 9 വരെ പോവും, ബാക്കി ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും. അതാണ് എന്ത് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദീസ് ആർ ആക്ച്വലി ദ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ദെൻ ആഫ്റ്റർ ദിസ് you have another category that is actually assignment operator. Okay, then equal to ഉണ്ട് നമുക്ക് നോർമലി a equal to, ആൻഡ് നമ്മളിവിടെ ചെയ്തു b equal to 3 എന്ന് എഴുതി. ദിസ് ഈസ് കോൾഡ് അസൈൻമെൻറ്റ്. അതായത് അസൈൻമെൻ്റ് ആണിത് ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ അതായത് 3 ഈസ് ആക്ച്വലി സ്റ്റോറിങ് ഇൻ b, അതായത് അസൈൻമെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതായത് ഈ 3 എടുത്ത് ബിയിൽ സ്റ്റോർ ചെയ്യണം.
then പിന്നുള്ളത് let's have some examples. Okay, so let me like var x equal to some value 10. Okay, then this is actually your equal to operator. Then after that I can have something like this, x plus equal to x plus equal to 5 and then എഴുതി. Okay, this means x equal to x plus 5. ഓക്കെ, ഇത് ഈ എഴുതിയ കാര്യം ഇതാണ്, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് എക്സ് ഈ പ്ലസ്സിന് പകരം യു ക്യാൻ യൂസ് മൈനസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആക്ച്വലി എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ആയിരിക്കും. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ എക്സ് സ്റ്റാർ equal to 2 എന്ന് ഞാൻ എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 2. ഓക്കെ, then obviously you have division, like see I can go with this integer division equal to 5. Okay, and that is equal to x equal to x mod 5. Okay, then ഇതേപോലെ നമുക്ക് എന്തുണ്ട്, മോഡുലസ് ഉണ്ട്, എക്സ് മോഡ് ഈക്വൽ ടു 3. ഓക്കെ, ആൻഡ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് മോഡ് 3 എന്നായിരിക്കും. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂസ്. അതായത് ആക്ച്വലി വി വർക്ക് വിത്ത് all the operators are operated on this x value, and ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമ്മൾ എക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ എക്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ എക്സ് വാല്യൂ ആസ് വരിച്ച വാല്യൂ 1 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ ഒരു എഴുതിയ സിൻടാക്സ് ആണ്. എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ ഇത് ഏതോ ആവാം, ഈ ഓപ്പറേറ്റേഴ്സ് അത് ഇങ്ങനെ എഴുതുന്നതിന് ഇക്വലൻ്റ് ആണ് ഈ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്, നേരത്തെ പറഞ്ഞ വി ഹാവ് ആക്ച്വലി കമ്പാരിസൺ ഓർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Okay, sometimes we call it as comparison operators. And ഇവിടെ നമ്മൾ equal to, not equal to, then we have greater than, less than, greater than or equal to, less than or equal to, and these are the operators that comes under comparison operators. And actually we use this for comparing values, like this എന്തായിരിക്കും, ഇപ്പോൾ for example I have int p equal to some value, then int q equal to some value. Okay, and if you compare this thing, okay, I can write if നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് എഴുതുന്നുണ്ട്, if q equal to p എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ, ഓർ നമുക്ക് if എഴുതുന്നതിന് പകരം പ്രിൻ്റ് എഴുതി നോക്കാം. പ്രിൻറ്റ് q ഈക്വൽ ടു p എന്ന് ഞാൻ എഴുതി. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ വി ഹാവ് സംതിങ് p ഈക്വൽ ടു 5, q ഈക്വൽ ടു 5, നമ്മളോട് ചോദിക്കുകയാണ് വെദർ ദിസ് p ആൻഡ് q ആർ ഈക്വൽ എന്ന് ചോദിച്ചാൽ വി ഹാവ് ആൻ ആൻസർ ഐദർ ആൻ എസ് ഓർ എ നോ. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത്, ആൻഡ് യു ആർ ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ് എ ബൂൾ വാല്യൂ. ഓക്കെ, ഐദർ ഇറ്റ് വിൽ റിട്ടേൺ അറ്റ്, ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഒന്നുകിൽ നിങ്ങൾക്കൊരു ട്രൂ റിട്ടേൺ ചെയ്ത് തരും, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോൾസ് റിട്ടേൺ ചെയ്ത് തരും. ഐ എം ഗോയിങ് ടു ചേഞ്ച് ദിസ് ടു 4, ദെൻ എഗെയിൻ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫോൾസ്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു ഐദർ എ ട്രൂ ഓർ എ ഫോൾസ്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബൂൾ വാല്യൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് ആക്ച്വലി
as equal to operator എന്ന് പറയുന്നത്. ഇനി നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ പ്രിൻറ്റ് ക്യൂ നോട്ട് ഈക്വൽ ടു പി എന്ന് ഞാൻ എഴുതി. ആ ഓപ്പറേറ്റർ ആണെന്ത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. ദെൻ യു ക്യാൻ ഹാവ് പ്രിൻറ്റ് പി ലെസ് ദാൻ ക്യൂ എന്ന് എഴുതി. ഓക്കെ, ദെൻ പ്രിൻറ്റ് പി ഗ്രേറ്റർ ദാൻ ക്യൂ. ആൻഡ് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നതുള്ളൂ. ഓക്കെ, ദെൻ പ്രിൻറ്റ് പി greater than or equal to q എന്ന് എഴുതാം. then you have print p less than or equal to q. okay and these are the different operators: equal to, not equal to, less than or equal to, less than or equal to. okay, അപ്പോൾ always remember this is going to return you either a true or a false. okay, ഇത് ഓർത്താൽ മതി. ഇത് ആക്ച്വലി നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നത് ഒന്നുകിൽ ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആക്ച്വലി വി ആർ ഗോയിങ് ടു യൂസ് ഇറ്റ് വിത്ത് ബൂൾ വാല്യൂസ്. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. ലൈക്ക് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബൂൾ വാല്യൂ ഉണ്ട്. ബൂൾ ഈസ് ലോഗ്ഡ് ഇൻ എന്ന് ഞാൻ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ട്രൂ. ഓക്കെ, ദെൻ വാട്ട് എൽസ്, ബൂൾ ഈസ് സ്റ്റാഫ്, അതായത് ഇയാളൊരു സ്റ്റാഫ് യൂസറാണോ, ആൻഡ് ദാറ്റ് ഈസ് എ ഫോൾസ്. ഓക്കെ, ആൻഡ് I want to check something, if is logged in ആണോ നോക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും, ഈസ് അഡ്മിനോ ആണോ നോക്കണം, അല്ലോ ഈ സ്റ്റാഫ് ആണോ നോക്കണം. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഇതിൻ്റെ റിസൾട്ട് ആൻഡ് ഇതെന്തായിരിക്കും ആക്ച്വലി, ദിസ് ഈസ് എ ട്രൂ. ദാറ്റ് മീൻസ് യു ഹാവ്, നമ്മൾ ഈ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എ സീറോ, ദിസ് ഈസ് ആക്ച്വലി നമ്മൾ കൊടുത്ത വാല്യൂ ട്രൂ ആണ്, ദാറ്റ് ഈസ് എ 1. okay, then that means true. then ഇതെന്തായിരിക്കും, this is actually a 0, we stored it as false. so 1 0, അത് രണ്ട് ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. അതിൽ ഒന്നിൽ വോൾട്ടേജ് ഉണ്ട്, വേറെ ഒന്നിൽ വോൾട്ടേജ് ഇല്ല. ആൻഡ് ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചതാണ്. ആൻഡ് 1 0 and then obviously you are going to get a 0 in the output line. ഇതേപോലെ ആയിരിക്കും ബാക്കിയൊക്കെ. ആൻഡ് പിന്നെയുള്ള കോമ്പിനേഷൻ എന്തായിരിക്കും, and this can be a 0 and this is a 1, and obviously you are going to get 0 and 1 1 1, then you are going to get 0, the last one is 0 0. okay, so appo idile you are going to get an output only if you have two high voltages. അല്ലെങ്കിൽ രണ്ട് ട്രൂ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിൽ എന്തുണ്ടായിരിക്കുള്ളൂ, ഒരു ട്രൂ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്, ഈ ഓപ്പറേറ്റർ ആണെന്ത്, ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് എന്തുണ്ട്, ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ദിസ് ക്യാൻ ബി ആൻ ഓർ ഓപ്പറേറ്റർ. ഓക്കെ, ഓർ ഓപ്പറേറ്റർ. ആൻഡ് ഇത് ഈ ട്രൂത്ത് ടേബിൾ അപ്പോൾ എന്തായി മാറും, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലൈനിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് ക്യാൻ ബി എ 1 ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഓർ. ഓറിൻ്റെ സിമ്പിൾ ആ പൈപ്പ് സിമ്പിളാണ്. അതായത് നമ്മളുടെ ഈ എൻ്റർ കീയുടെ മുകളിലുള്ള സ്ലാഷ് ഉണ്ട്, അതാണ് ആ പൈപ്പ് സിമ്പിൾ. അതിൻ്റെ മുകളിലുള്ള സ്ലാഷ്, അതിൻ്റെ കൂടെ ഉള്ളതാണ് ആ പൈപ്പ് സിമ്പിൾ. ദെൻ ദിസ് ഈസ് ആക്ച്വലി എ 1. okay, because we have a high voltage in one of the line. then 1 1 1 is 1, 0 0 0 is 0. okay, you are going to get output even if അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ ഓർ ഓപ്പറേറ്റർ. ദെൻ നെഗേഷൻ ഉണ്ട്, ആൻഡ് യു ക്യാൻ ഡൂ ദിസ്. ആൻഡ് ഈസ് അഡ്മിൻ എന്ന് പറയുന്നത്, ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറയുന്നത് ആക്ച്വലി നൗ ഫാൾസ് ആണ്. യു ക്യാൻ നെഗേറ്റ് ഇറ്റ്. നോട്ട് ഓപ്പറേറ്റർ ആണ്, യു ക്യാൻ പുട്ട് എ സിമ്പിൾ ലൈക്ക് ദിസ്. ഓക്കെ, എന്താണോ കറൻ്റ്ലി അതിലുണ്ടായിരുന്ന വാല്യൂ, ഇഫ് ഇറ്റ് ഈസ് എ 0, ഇഫ് ഇറ്റ് ഈസ് എ 0, you are actually negating it. if it is a 1 and this should be a 0. okay, ഇപ്പോൾ ഇതാണ് എന്ത്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഓക്കെ, ദീസ് ആർ ദ ഓപ്പറേറ്റേഴ്സ്.
ഓക്കെ. ദെൻ ഇനി ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംടൈംസ് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ സ്ട്രിങ് ലൈക്ക് എ സ്ട്രിങ് name that is equal to I have some value, or you can have some value. Wow. Okay, you want to check whether this is a string. Actually ഇതിനകത്തുള്ള വാല്യൂ ഒരു സ്ട്രിങ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, print name dot like this, name is string. ഓക്കെ, ഇതേപോലെ ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് ആക്ച്വലി നെയിമിൽ എന്തായിരിക്കും ഉണ്ടാവുക, സ്ട്രിങ് ആണ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ദിസ് ഈസ് ആക്ച്വലി എ ട്രൂ. ഓക്കെ, നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ബാക്കിയൊക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ഔട്ട്പുട്ട്സ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കോഡ് എഴുതാം. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതാണ് നമ്മളുടെ ആക്ച്വലി എന്ത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതിയ കോഡിൻ്റെ ഔട്ട്പുട്ട്. Okay, you're going to get a true because we have a string on this name, and if I am going to make this a 10, okay, now you're going to get a false because actually this is in a string. ഇത് string അല്ല, ഇതെന്തായിരിക്കും, ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും, ഈസ് എന്നാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയും, ഈസ് നോട്ട് ഉണ്ട്. ഈസ് നോട്ട് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിരിക്കും, യു വിൽ ഗെറ്റ് എ ട്രൂ ബിക്കോസ് ഇത് സ്ട്രിങ് അല്ല, സംതിങ് എൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കണ്ടീഷൻ എന്തായി, ഇത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, യു വിൽ ഗെറ്റ് എ ട്രൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് ടൈപ്പ് ഓർ ടെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് ടെർണറി ഓപ്പറേറ്റർ ഉണ്ട്, ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇതിൻ്റെ താഴെ എഴുതാം. ആൻഡ് ഇത് ഒരു എറർ ത്രോ ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത് ഞാനൊന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, ദെൻ ടെർണറി ഓപ്പറേറ്റർ. സോ ഇറ്റ്സ് ആക്ച്വലി ഷോർട്ട് ഹാൻഡ്. അതായത് നമ്മളൊരു ഇഫ് എൽസ് എഴുതുന്നതിൻ്റെ ഷോർട്ട് ഹാൻഡാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി, ഐ ഹാവ് സംതിങ് ലൈക്ക് ദിസ് വാർ ഏജ് ഈക്വൽ ടു 25 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ ഐ വാണ്ട് ടു ചെക്ക് ഏജ് ഈക്വൽ ടു ഓർ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ വോട്ട് എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് നമ്മൾ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, എന്നാലും ഞാനൊരു ഇഫ് എഴുതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അറിയുന്നതായിരിക്കും. ദെൻ യു ക്യാൻ ഹാവ് ലൈക്ക് ദിസ് ക്യാൻ വോട്ട് എന്ന് ഞാൻ എഴുതി. ഓക്കെ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ വേറൊരു കാര്യം പ്രിൻ്റ് ചെയ്തു, നോട്ട് എലിജിബിൾ എന്ന് ഞാൻ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയൊരു കുറേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ ബെറ്റർ വേ, ലൈക്ക് വാർ ക്യാൻ വോട്ട് എന്ന് ഞാൻ എഴുതി. ദെൻ ഞാൻ ചെക്ക് ചെയ്യാണ്, ഏജ് എന്നുള്ള വേരിയബിൾ എടുത്തു, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹീ ക്യാൻ വോട്ട് ഓർ I can vote എന്ന് എഴുതി. Otherwise, okay, and please note that symbol, I just put a colon there. Then you can have the other option, the else part, not eligible. Okay, then you can print can vote. Okay, now ഇവിടെ വന്ന് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ you will get can vote, and the first one is coming from this if. I'm going to comment this out. Then come here and run it again. You can vote, and if your age falls below this value, and let me have an age of 17 ആണെങ്കിൽ
നമുക്ക് എന്ത് കിട്ടും, നോട്ട് എലിജിബിൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്ത്, ഈ ഒറ്റ സിംഗിൾ ലൈനിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ എഴുതിയത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ രണ്ട് കാര്യമേ ചെക്ക് ചെയ്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു കാര്യം ചെക്ക് ചെയ്യണം, അതായത് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഹി ക്യാൻ വോട്ട്. ലൈക്ക് ഞാൻ അതൊന്ന് അൺകമൻറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഹി ക്യാൻ വോട്ട്. വാട്ട് അബൌട്ട് അതർ കണ്ടീഷൻ എൽസ് ഇഫ് എന്ന് എഴുതി. ഇവിടെ ഞാൻ പറയുകയാണെന്ത്, ഏജ് ഈക്വൽ ടു എക്സാക്ട്ലി 17 ആണെങ്കിൽ ഐ വാണ്ട് ടു പ്രിൻറ്റ് സംതിങ് എൽസ്, ലൈക്ക് വെയിറ്റ് ഫോർ 1 year or wait for 1 more year to vote. Okay, then the other thing is else. നേരത്തെ പറഞ്ഞ print not eligible. ഓക്കെ, ഈ ഒരു ലാഡറിനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്തു 18 ആണെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും. then I can have something else. You can put a question mark here. Then you can have age equal to 17. Okay, then ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, let's have something like this, wait for 1 more year. Okay, like this. ഇവിടെ ആ സിമ്പിൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. ഇതാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യും, എന്നിട്ട് ഇത് പ്രിൻ്റ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് പ്രിൻ്റ് ചെയ്യും. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കണ്ടീഷൻ ഇൻസൈഡ് ദിസ് തിങ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വെയിറ്റ് ഫോർ 1 more year ആൻഡ് ദിസ് തിങ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം, ലെറ്റ് മീ കമൻറ്റ് ദിസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഏജിൻ്റെ വാല്യൂ 17 ആണ്. അതുകൊണ്ട് ഈ കണ്ടീഷനായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും പ്രിൻ്റ് ചെയ്ത് കിട്ടുക. Okay, and you can see wait for 1 more year and I think we need a space here. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെയിറ്റ് ഫോർ 1 more year എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും ഈ ഓപ്പറേറ്റേഴ്സിനകത്ത് നമുക്ക് എംബഡ് ചെയ്യാൻ കഴിയും എന്നർത്ഥം. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി എ യൂസ്ഫുൾ വൺ. ആൻഡ് നമ്മൾ ഫ്ലട്ടറിലൊക്കെ നമ്മൾ വിഡ്ജറ്റുകൾ നമുക്ക് കണ്ടീഷൻ ബേസ് ചെയ്തൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫറെൻറ്റ് കളേഴ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു അവിടെ നമ്മൾ കൊണ്ടുപോയി വലിയ ഇഫെൽസ് ലാഡറൊക്കെ എഴുതൽ എന്തല്ല അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോരോ ടൈലിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് കാർഡ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരണം. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേപോലെ ബേസിക്കലി ആദ്യം ഞാൻ എഴുതി കാണിച്ച് ജസ്റ്റ് ഒരു സിമ്പിൾ ഇഫെൽസ് ആണ്. അതിനുശേഷം ഞാൻ എഴുതിയത് എന്തായിരിക്കും, ഇതേപോലെ നിങ്ങൾക്കൊരു വലിയ എൽസ് ഇഫ് ലാഡറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് യു ഹാവ് അനദർ ഓപ്പറേറ്റർ ദാറ്റ് ഈസ് കോൾഡ് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഓക്കെ, ആൻഡ് സ്പ്രെഡ് ഓപ്പറേറ്റർ ഈസ് ആക്ച്വലി ദിസ് തിങ്. ഇതാണ്, അതായത് 3 ഡോട്ടാണ്. ഓക്കെ, ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് 3 ഡോട്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ് എഴുതാം. ഓക്കെ, ഇതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ആൻഡ് സപ്പോസ് നമ്മൾ പറയാത്തൊരു കാര്യമാണ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വിൽ കം ഇൻ ടു ദിസ് കളക്ഷൻ ലേറ്റർ. ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ കളക്ഷനിലേക്ക് വരാം. ഐ ഹാവ് സംതിങ് ലൈക്ക് ദിസ് ലിസ്റ്റ് 1 ഈക്വൽ ടു, ഇറ്റ്സ് ആക്ച്വലി ആൻ അറേ ഓർ ലിസ്റ്റ്. ഇവിടുത്തെ ടെർമിനോളജി ലിസ്റ്റ് എന്നാണ്. ദെൻ വാർ ലിസ്റ്റ് 2 ഈക്വൽ ടു ഐ ഹാവ് അനദർ ലിസ്റ്റ് ആൻഡ് യു ഹാവ് 3,4. ഓക്കെ, സോ യു വാണ്ട് ടു മേക്ക് എ കമ്പൈൻഡ് ലിസ്റ്റ്. അതായത് ഈ 2 ലിസ്റ്റ് നമുക്ക് കമ്പൈൻ ചെയ്യണം. സോ ഐ ക്യാൻ ഹാവ് എ കമ്പൈൻഡ് ലൈക്ക് ദിസ്, കമ്പൈൻഡ് ലിസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇറ്റ്സ് എ ബിഗർ ലിസ്റ്റ്. സോ ഐ ജസ്റ്റ് പുട്ട് ദ നൊട്ടേഷൻ. ദെൻ ഇവിടെ നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ലിസ്റ്റും സെക്കൻഡ് ലിസ്റ്റും കമ്പൈൻ ചെയ്തിട്ടൊരു ബിഗർ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കാം, ലിസ്റ്റ് 1. ഓക്കെ, ദെൻ പുട്ട് എ കോമ, dot dot list 2. Okay, this is going to give you a combined list. Okay, I'm going to print this combined list. Let me clear everything. Okay, then ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ കണ്ടില്ലേ, യു ഗോട്ട് എ ബിഗർ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഈ ഡോട്ട്, അതായത് ട്രിപ്പിൾ ഡോട്ടാണ്, 3 ഡോട്ടുള്ള ഓപ്പറേറ്ററാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊന്ന് എഴുതിയിരുന്നു, ഇത് അതായത് നൾ സേഫ് ഓപ്പറേറ്ററാണിത്. അതായത് നൾ സേഫ് ഓപ്പറേറ്റർ.
ഓക്കെ, വീൽ ഡിസ്കസ് ദ നൾ സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, എന്താണ് നൾ സേഫ്റ്റി എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ദിസ് ഓപ്പറേറ്റർ ഈസ് ആക്ച്വലി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ദിസ് തിങ് ഈസ് ആക്ച്വലി നൾ സേഫ് ഓപ്പറേറ്റർ ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നൾ വാല്യൂ വന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, ഒരു എറർ ഹാപ്പൻ ചെയ്യില്ല. അതാണ് നൾ സേഫ് ഓപ്പറേറ്റർ എന്നുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു ഹാവ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജർ. ഓക്കെ, then it's a nullable list, list 3 എന്ന് ഞാൻ പറഞ്ഞു ലിസ്റ്റ് എഴുതി. then I have another list var, okay, var list 4 that is equal to, okay, I want to combine ഈ ലിസ്റ്റിൻ്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം, വേറെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ലിസ്റ്റ് 1 കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഓർ യു ഹാവ് കമ്പൈൻഡ് ലിസ്റ്റ് എടുത്തു, പുട്ട് എ കോമ. ദെൻ ഇനി ഞാനിവിടെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത് ഈ ലിസ്റ്റ് 3 ആണ്. ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ലിസ്റ്റ് 3 ഹിയർ. ഒബ്വിയസ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് എൻ എറർ. ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ഹിയർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഇഷ്യൂ ഹിയർ, നോൺ നള്ളബിൾ ലോക്കൽ വേരിയബിൾ ലിസ്റ്റ് 3 must be, what is that, must be, it can must be ഇതിൻ്റെ ബാക്കി അവിടെ ഒരു മിനിറ്റ്, എൻ്റെ ഫോൺ സൈസ് ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യട്ടെ. ഓക്കെ, മസ്റ്റ് ബി അസൈൻഡ് ബിറ്റ് ഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി എ, ഇതിൻ്റെ ടൈപ്പ് ഇപ്പോൾ എന്തായിരിക്കും, ഇവിടെ ഞാൻ ഇതിൻ്റെ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് 3 എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് ലിസ്റ്റ് 3 ഡോട്ട് റൺ ടൈം ടൈപ്പ്, ഇറ്റ്സ് ആക്ച്വലി റൺ ടൈം ടൈപ്പ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ഇവിടുന്ന് ഈ ഇൻറ്റീജർ ഇതും ഞാൻ ഒഴിവാക്കി. ആൻഡ് യു ഹാവ് ആൻ ഇഷ്യൂ ഹിയർ. ഇവിടെ കണ്ടില്ലേ, ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് യു ഹാവ് എ നൾ വാല്യൂ ഹിയർ. ഓക്കെ, ഐ എം ഗോയിങ് ടു പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. നൗ യു ക്യാൻ ചെക്ക് ദ റൺ ടൈം ടൈപ്പ്. ലെറ്റ് മീ കമൻറ്റ് ദിസ് ഔട്ട്. ഇത് ഞാൻ കമൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. ലെറ്റ് മീ ഇൻക്രീസ് ദ സൈസ്. ഓക്കെ, നൗ യു ഗോട്ട് നൾ. ആക്ച്വലി ഇവിടെ എന്തായിരിക്കും വന്നത്, ഇതിൽ നള്ളാണ് വാല്യൂ ഉള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. അതായത് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ടൈപ്പ് ഈസ് ആക്ച്വലി നൾ. സോ ഇവിടെ നമ്മൾ ശ്രമിച്ചത് എന്താണ്, നമ്മൾ ശ്രമിച്ചത് ഈ ഒരു ലിസ്റ്റിൻ്റെ കൂടെ വേറൊരു ലിസ്റ്റിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി ഈ ലിസ്റ്റിൽ എന്തായിരിക്കും ഉള്ളത്, നള്ളായിരിക്കും ഉള്ളത്. യു കാൺ ഡൂ ദിസ്. ആൻഡ് ഇതാണ് നമ്മളുടെ ഇൻ റിയൽ വേൾഡ് സെനാരിയോ. നിങ്ങളുടെ ആപ്പിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നൾ വാല്യൂ വന്നിട്ട് നമ്മൾ പ്രോഗ്രാം ക്രാഷ് ആവും. അങ്ങനെ ക്രാഷ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്തുള്ളത്, നൾ സേഫ് ഓപ്പറേറ്ററും നൾ സേഫ്റ്റി കൺസെപ്റ്റും ഉള്ളത്. ഡോണ്ട് വറി, ഐ വിൽ ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ ഇൻ അനദർ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഹൗ ക്യാൻ യു മേക്ക് ദിസ് നൾ സേഫ്? ഇത് നൾ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, we know this is a null value, there is a chance of a null value in this list 3, so that if that is null, take this as an empty list like this. ഇങ്ങനെ എഴുതാം. ആൻഡ് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട്, ഇതാണ് എന്ത്, നൾ അവെയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എന്തായിരിക്കും, ഇതിങ്ങനെയാണ് ദിസ് ഈസ് ആക്ച്വലി എ ചെക്ക്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ത്, ഇഫ് ലിസ്റ്റ് 3 ഈസ് നൾ, അതായത് ഇതിൽ വാല്യൂ ഒന്നുമില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ആൻ എംപ്റ്റി ലിസ്റ്റ്. അതർവൈസ് ലിസ്റ്റ് 3ൽ വാല്യൂ ഉള്ളത് എന്ത് ചെയ്യണം. അപ്പോൾ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, ആൻഡ് ലെറ്റ്സ് പ്രിൻറ്റ് ദാറ്റ് ലിസ്റ്റ്. പ്രിൻറ്റ് ലിസ്റ്റ് 4. ലിസ്റ്റ് 4 ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ റൺ ചെയ്തു. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടി, യു ഗോട്ട് 1 2 3 4 ബിക്കോസ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കമ്പൈൻഡ് ലിസ്റ്റാണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കമ്പൈൻഡ് ലിസ്റ്റ്, ലെറ്റ് മീ യൂസ് ലിസ്റ്റ് 1. ഓക്കെ, ലിസ്റ്റ് 1 ഉപയോഗിച്ചു. ആക്ച്വലി നമ്മൾ ലിസ്റ്റ് 1ൽ 1 2 എന്നാണുള്ളത്. ഇതാണ് നമ്മുടെ ലിസ്റ്റ് 1 1 2. അതിൻ്റെ കൂടെ ഈ നള്ളായിട്ടുള്ള വാല്യൂ നമ്മൾ കമ്പൈൻ ചെയ്ത്, അതുകൊണ്ട് അത് എന്തായിട്ട് എടുത്തു, ഒരു എംപ്റ്റി ലിസ്റ്റ് ആയിട്ട് എടുത്തു. ആൻഡ് ലെറ്റ് മീ അസൈൻ സം വാല്യൂ ഹിയർ. സോ ഐ ക്യാൻ ഹാവ് 4, 5. ഓക്കെ, നൗ എന്തായിരിക്കും, ഏത് വാല്യൂ ആയിരിക്കും എടുക്കുക, ഇതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ, യു ഗോട്ട് 4 5 ഹിയർ ബിക്കോസ് ദിസ് ഈസ് നോട്ട് നൾ റൈറ്റ് നൗ. ഇപ്പോൾ ഇത് റൈറ്റ് നൗ നൾ അല്ലാത്തതുകൊണ്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ വാല്യൂ ഇൻസൈഡ് ദിസ് തിങ്, അതുകൊണ്ട് ആ വാല്യൂ ഇവിടെ വരാൻ പോകുന്ന വാല്യൂ ഇതാണ്. ഇവിടെ ആക്ച്വലി വന്നത് എന്തായിരിക്കും, ആ ലിസ്റ്റ് 3 ആണ് വന്നത്. ദാറ്റ് മീൻസ് 4 5 ആണ് എന്ത് ഇവിടെ വന്നത്. ഓക്കെ, ഇതാണ് എന്ത് നൾ സേഫ് ആയിട്ടുള്ള സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നൾ സേഫ്റ്റിയെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. വിൽ ഡിസ്കസ് ദാറ്റ്. വി ജസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സ്പ്രെഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോൾ ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, എന്താണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ എന്നുള്ള കാര്യം. Okay, so then there is another operator that is called cascade operator. Okay, and these things are sometimes new to you. Actually ഇത് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കില്ല cascade operator. I have a list. Let me take a list. Var list equal to, and I can have a list like this 1, 2. ആൻഡ് ഈ ലിസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടി ഇത് നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡോണ്ട് വറി, വിൽ ഡിസ്കസ് ദ ലിസ്റ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഓക്കെ, ഐ ഹാവ് സംതിങ് ലൈക്ക് ദിസ്, വാർ ലിസ്റ്റ് ഈക്വൽ ടു 1, 2 എന്ന് എഴുതി. ഓക്കെ, ലൈക്ക് ദിസ്. ദെൻ നോർമലി നമുക്ക് ഈ ലിസ്റ്റിലേക്ക് ഇനി കൂടുതൽ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റിലെ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ട്. ഐ ക്യാൻ ഹാവ് ലിസ്റ്റ് ഡോട്ട് ആഡ് ലൈക്ക് ദിസ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് പുതിയ വാല്യൂ ആഡ് ചെയ്യും. ഞാനൊരു വാല്യൂ ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് നൗ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഇത് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് എന്തായി മാറും, ഇതിനകത്ത് 1, 2 ഓൾറെഡി ആ ലിസ്റ്റിലുണ്ടായിരുന്ന വാല്യൂ, അഡീഷണലി യു ഗോട്ട് എ 3 ഹിയർ. ഓക്കെ, ആൻഡ് ഐ ക്യാൻ ഹാവ് ലിസ്റ്റ് ഡോട്ട് റിമൂവ്. ഓക്കെ, ഐ വാണ്ട് ടു റിമൂവ് ദ 2 ഫ്രം ഹിയർ. സോ ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ഈ ലിസ്റ്റിനകത്ത് 1, 3 ഉണ്ടായിരിക്കുള്ളൂ, ബിക്കോസ് വി ജസ്റ്റ് റിമൂവ് ദിസ് ഇസ് 2. ഈ 2 ഇതിനകത്ത് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് ഇവിടെ നമ്മൾ കുറേ ലൈനിൽ എഴുതി. ഇനി നമുക്ക് ഇതിനെ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ടുണ്ടോ, കാസ്കേഡ് ഓപ്പറേറ്റർ വെച്ച് എഴുതുകയാണെങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു ക്ലോസ് ദിസ് ഹിയർ. ഇത് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതും ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല, ഇതും ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ, ആഫ്റ്റർ ദിസ് വി ക്യാൻ ക്ലോസ് ഇറ്റ് ഹിയർ. സോ ഇനി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, യു ക്യാൻ യൂസ് ദാറ്റ് 3 ഡോട്ട് ഹിയർ. ഇറ്റ്സ് ആക്ച്വലി 2 ഡോട്ട്, നോട്ട് 3. ഓക്കെ, 2. ഓക്കെ, ആൻഡ് don't use this thing, just use the function name. Okay, I don't want this. Okay, it's actually 2. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ എറേഴ്സ് ഒക്കെ പോയി. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു നേരത്തെ നമ്മൾ എഴുതിയ അതിന് ഇക്വലൻ്റ് ആണെന്ത് ഈ പറയുന്ന കാര്യം. അതായത് ഈ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണെന്ത്, കാസ്കേഡ് ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് ഇഫ് യു വാണ്ട് ടു പെർഫോം മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഒബ്ജക്റ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാം. ഫസ്റ്റ് എഫ് നെയിം ഈക്വൽ ടു ഐ ഹാവ് എ വാല്യൂ ലൈക്ക് ദിസ് ജോബിൻ. ഓക്കെ, ദെൻ ഡോട്ട് ടു അപ്പർ കേസ്. ഓക്കെ, dot then you have let me have another operator to lower case, then put a semicolon. This means you have first നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഈ വാല്യൂ സ്റ്റോർ ചെയ്തു, അതിലേക്ക് തന്നെ അതിനെ നമ്മൾ എന്താക്കി മാറ്റി, അപ്പർ കേസ് ആക്കി മാറ്റി. ഇഫ് യു വാണ്ട് ടു ഡു സം അതർ ഓപ്പറേഷൻ യു ക്യാൻ ഡു ഇറ്റ് ഓൺ ദിസ് ഒബ്ജക്റ്റ്. ദിസ് തിങ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ്. ഡാട്ടിലെ എല്ലാ ഇൻസ്റ്റൻസുകളും നമ്മൾ വിളിക്കുന്ന ഒബ്ജക്റ്റ് എന്നാണ്. ദാറ്റ് ദിസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ സ്ട്രിങ്. So that is actually a string object. This is an instance of a list, so that is a list object. So അപ്പോൾ നമ്മൾ കാസ്കേഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും, ഇഫ് യു വാണ്ട് ടു പെർഫോം മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഒബ്ജക്റ്റ് യു ക്യാൻ യൂസ് കാസ്കേഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ കാസ്കേഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഓൾ ദ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേറ്റേഴ്സും ഞാൻ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്.